രോമാഞ്ചമായി ഐഷമോൾ 10 വയസ്സുള്ള ഈ കുട്ടി പൃഥ്വിരാജ് ജനഗണമനയിൽ ചെയ്ത ഡയലോഗ് ഡെലിവറിയുടെ മേളിൽ നിൽക്കുന്ന ഒരു ഡയലോഗ് ഡെലിവറിയാണ്, പ്രസംഗമാണ് നടത്തിയത്. യഥാർത്ഥ രാജ്യദ്രോഹികളെ തുറന്നുകാട്ടി നമ്മുടെ കുഞ്ഞ് ഐഷമോൾ. ഓരോ രാജ്യസ്നേഹിയും ഇന്ത്യയെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്ന, രാജ്യത്തിലെ ജനങ്ങളെ ഇഷ്ടപ്പെടുന്ന ഓരോ വ്യക്തിയും കേട്ടിരിക്കേണ്ടതാണ്. ഗംഭീരമാണ്. നമ്മുടെ CJP മഹാപ്രക്ഷോഭത്തെക്കുറിച്ച്, ജന്തർ മന്ദിറിലെ യുവജന പോരാട്ടത്തെക്കുറിച്ചൊക്കെ ഈ കൊച്ചുമിടുക്കി പറയുന്നത് ആവേശത്തോടു കൂടി അല്ലാതെ ഒരാൾക്ക് കാണാൻ കഴിയില്ല. കേൾക്കുമ്പോൾ സന്തോഷം തോന്നുന്ന, ഒരു ഇന്ത്യക്കാരനാകുന്നതിൽ അഭിമാനം തോന്നുന്ന, കൗതുകമുള്ള കുഞ്ഞുവായിലെ ആഴമേറിയ സംഭാഷണം നമുക്കൊന്ന് കേൾക്കാം. അങ്ങനെ ചാപ്പോത്തി, തീവ്രവാദി, രാജ്യദ്രോഹി, ജഹാദി എന്നൊക്കെ പറഞ്ഞു. സംഭവം വെച്ചാൽ കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന വിദ്യാർത്ഥി സമരത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോക്ക് താഴെ വന്ന കമന്റുകളാണ് എന്നെ തീവ്രവാദിയാക്കി മാറ്റിയത്. അതിലൊന്നും ഒരു വിഷമവും ഇല്ല. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ അറിയും. വിദ്യാർത്ഥികളുടെ വിഷമം അറിയും, ജനങ്ങളുടെ വിഷമം അറിയും, മനുഷ്യരെ കുറിച്ച് പറയാനും അവരുടെ പ്രശ്നങ്ങളെ കുറിച്ച് പറയാൻ അറിയും. ആകെ നിങ്ങൾക്കറിയാവുന്നത് പ്രതികരിക്കുന്നവരെ, ചോദ്യം ചെയ്യുന്നവരെ തീവ്രവാദി എന്നൊക്കെ പറയാനും നിങ്ങൾക്ക് വീഡിയോ ഉണ്ടാണ്. അല്ലെങ്കിൽ TG മോഹൻദാസിന്റെ കമന്റ് പറയരുത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, വലിയ വായിക്കാട്ട് മിണ്ടാതിരിക്കുന്നതിനെക്കാട്ടി നല്ലതല്ലേ ഈ കുഞ്ഞു വായിൽ എന്തെങ്കിലുമൊക്കെ പറയുന്നത് അല്ലേ? പിന്നെ വേറെ ചിലര് എഴുതി കൊടുത്ത കുട്ടി വായിക്കുകയാണ്, കീ കൊടുത്ത പാവയാണ് എന്നൊക്കെ പറയും. അതിന്റെയൊക്കെ ഒരു ആവശ്യമില്ല. കാരണം 10 വയസ്സുള്ള എനിക്കിങ്ങനെ പറയാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റും. അതായത് എന്റെ മകന് 9 വയസ്സാണ്. ഞാൻ അഭിമാനത്തോടെ അവനെ ഈ വീഡിയോ കാണിച്ച് ഇതിൽ നിന്ന് പഠിക്കാൻ പറയും. ഐഷമോൾ നമ്മുടെ എല്ലാ മക്കൾക്ക് ഒരു മാതൃകയാണ്. കണ്ടില്ലേ, ഈ പുസ്തകങ്ങളൊക്കെ വെറുതെ ഇരിക്കുന്നതല്ല, ഇതൊക്കെ വായിക്കാനുള്ളതാണ്. പത്രം ഇതൊക്കെ വായിക്കണം. പ്രോഡിജിയാണ്. വൈഭവ് സൂര്യവംശിയുടെ ക്രിക്കറ്റിലെ പോലെ ഈ വീഡിയോയില് ഇതിനെ കുറിച്ചുള്ള വീഡിയോ 2-3 എണ്ണം കണ്ട് റെഫർ ചെയ്തിട്ട് 4-ലോ 5-ലോ ആണ് പഠിക്കുന്നത്. പോയിന്റ് കിട്ടിയാൽ മതി. അത് 10 മിനിറ്റോളം നമുക്ക് അത് പറയാൻ പറ്റും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ നമുക്ക് അറിവൊക്കെ കിട്ടും. അങ്ങനെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത്. അതിന് നിങ്ങൾക്ക് ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. നിങ്ങൾക്ക് അക്ഷരങ്ങൾ ഇഷ്ടമല്ല, അറിവ് ഇഷ്ടമല്ല, വിദ്യാഭ്യാസം ഇഷ്ടമല്ല. നിങ്ങൾക്ക് ആകെ ഇഷ്ടം ഈ തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. ഇതൊക്കെ പറയാൻ വലിയ വേണമെന്നൊന്നുമില്ല. വലിയ മനസ്സുണ്ടായ, വിശാലമായ മനസ്സ്, എല്ലാരെയും സ്നേഹിക്കാൻ കഴിയുന്ന മനസ്സ്, അതില്ലാത്തതാണ് ഈ പ്രശ്നം. അതിലൊരാള് കമന്റ് ഇട്ടേക്കാണ്, അടി തുടങ്ങിയിട്ടില്ല മോളെ, വടി വെട്ടാൻ പോകുന്നേ ഉള്ളൂ. എന്ത് മനസ്സാണ് നിങ്ങളുടെ. ഇത് കണ്ടില്ലേ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയാണ്. ഇതൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാൻ തോന്നും? പിന്നെ ഏറ്റവും വലിയ ചോദ്യം, പഹൽഗാമിൽ ആ 29 പേരെ വെടിവെച്ച് കൊന്നപ്പോ നീ എവിടെയായിരുന്നു? ഒന്നും മിണ്ടിയില്ലല്ലോ. അതൊക്കെ ഞാൻ പറയേണ്ട സമയത്ത് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, സോഷ്യൽ മീഡിയയിലല്ല, 100 കണക്കിന് ആൾക്കാർ പങ്കെടുത്ത ഓപ്പൺ സ്റ്റേജിൽ വെച്ച്. അവിടെ മതം തിരിഞ്ഞ് നിങ്ങൾ പാപങ്ങളെ പോയിന്റെങ്കിൽ വീണവന്റെ മതം ചികാത്ത ഞങ്ങൾ ഇന്ത്യക്കാർ യോസഫിൽ എറിയുന്നുണ്ടെങ്കിൽ വിലാസക്കാരെ നിങ്ങൾ ചിന്തത് ഞങ്ങളുടെ സഹോദരങ്ങളുടെ ചോരയാണെങ്കിൽ കസൂരിയും അയാളുടെ മാസ്റ്റർ ബ്രെയിൻ കണ്ടമാരും ആയുസെണ്ണി കാത്തിരുന്നോ വരുന്ന നിന്റെയൊക്കെ അണ്ണാക്കിലേക്ക് റഫാൽ നിറാഷ് ചേർക്കുന്ന പെട്ടിക്കെട്ട്. ഹാഷ്മിയുടെ ഇൻട്രോ ആണ്. ഹാഷ്മിയെക്കാട് നന്നായി പറഞ്ഞു. കണ്ടോ, രോമാഞ്ചം വരും. ഇതൊക്കെ കാണണമെങ്കിലേ ഒരു കണ്ണടച്ച് കണ്ടാൽ കാണൂല, 2 കണ്ണും തുറന്ന് കാണണം. ജന്തർ മന്ദിർ, അവിടെ എല്ലാവരും ഉണ്ട്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ പിതാക്കന്മാരടക്കം നല്ല മനുഷ്യരുണ്ട്. ഭാരതത്തിന്റെ യഥാർത്ഥ സൗന്ദര്യം കാണാൻ അവിടെ പോയാൽ മതി. പക്ഷേ ഒരു കൂട്ടര് മാത്രമേ ഇല്ല. അവരാണ് ഇവിടെ വന്ന് തീവ്രവാദി എന്നൊക്കെ കമന്റ് ഇടുന്നത്. അവരല്ലാത്ത എല്ലാ നല്ല മനുഷ്യരും ആ വിദ്യാർത്ഥികൾക്ക് സപ്പോർട്ടായിട്ടുണ്ട്. പിന്നെ ചേച്ചി പറഞ്ഞു, നീ അവിടെ പോയി പ്രസംഗിക്കാണ്, അവിടെ പോണമെന്നും ആ ചരിത്രത്തിന്റെ ഭാഗമാകണമെന്നും ഒക്കെ ആഗ്രഹമുണ്ട്. പക്ഷെ വണ്ടിക്കുലിക്ക് പൈസ ഇല്ല. അറിഞ്ഞില്ല. അടുത്ത തവണ മോളെയും വീട്ടുകാരെയും അവരുടെ എന്റെ കൂടെ സപ്പോർട്ട് അവർക്ക് എന്നെ ഫോളോ ചെയ്തിട്ട് പോലും ഇല്ല. അങ്ങനെയുള്ളവര് പൊക്കോട്ടെ. നമ്മൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെയോ മതസംഘടനയോടോ സപ്പോർട്ട് കണ്ടല്ല ഞാൻ ഇവിടെ വരെയെങ്കിലും എത്തിയത്. ജാതി മത രാഷ്ട്രീയത്തിനപ്പുറം സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന കുറെ നല്ല മനുഷ്യന്മാരുടെ സപ്പോർട്ട് എനിക്ക് ഒപ്പമുണ്ട്. അവരുടെ സപ്പോർട്ട് എനിക്ക് മതി, അല്ലാത്തവർക്ക് പോകാം. കോമഡി അറിയാലും ഇമിറ്റേറ്റിംഗ് വീഡിയോ മാത്രമല്ല ഞാൻ ചെയ്യുന്നത്. അതിനൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത്. അതായത് കണ്ടോ, 10 മില്യൺ. ഇന്നലെ ഞാൻ ഒരു വീഡിയോ ഇട്ടിരുന്നു, ഒരു കോമഡി വീഡിയോ, അതിപ്പോ 1 മില്യൺ ആയി. ഇതിനൊക്കെയാണ് എനിക്ക് റീച്ച് കിട്ടുന്നത്. പക്ഷെ ഇതുപോലുള്ള കാര്യങ്ങൾ പ്രതികരിക്കേണ്ടത് എന്റെ കടമയാണ്, ബാധ്യതയാണ്. റീച്ചും ഫോളോവേഴ്സും പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. നിങ്ങൾ എന്നെ തീവ്രവാദിയാക്കിയില്ലേ, കുറച്ച് തീവ്രവാദികളെ ഞാൻ കാണിച്ചു തരാം.
ഇവരൊക്കെ തീവ്രവാദികളാണെങ്കിലേ ഞാനും ആ കൂട്ടത്തിലാണ്. ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി രാജിവെച്ചു എന്ന് പറയുന്നത് കേട്ടത്. കൺഫേം ആയിട്ടില്ല, ഇപ്പൊ എന്റെ അടുത്ത് വന്ന് പറഞ്ഞതാണ്. അത് ശരിയാണെന്നുണ്ടെങ്കിൽ ഇത് വിദ്യാർത്ഥി ശബ്ദത്തിന്റെ വിജയം, ജനാധിപത്യത്തിന്റെ വിജയം. പിന്നെ വേറൊരു കാര്യം, എന്നെ എത്ര രാജ്യദ്രോഹിന്നോ തീവ്രവാദിന്നോ വിളിച്ചാലും പറയാനുള്ളത് പറഞ്ഞു തന്നെ പോകും. കാരണം ഇതെന്റെയും കൂടി രാജ്യം. അങ്ങനെ എന്നെയും ചാപ്പവത്തി. സൂപ്പർ. സത്യം പറഞ്ഞാൽ നമ്മുടെ രാജ്യത്തിന്റെ ഭാവി സേഫ് ആണെന്ന് ഐഷ മോളിനെ പോലുള്ളവർ സംസാരിക്കുമ്പോഴാണ് തോന്നുന്നത്. നമ്മുടെ ഓരോ കൊച്ചുകുട്ടികളും, പ്രത്യേകിച്ച് നമ്മുടെ ഒരു 15 വയസ്സ് താഴെയുള്ള കുട്ടികളെല്ലാം ഈ മോളുടെ കാണണം. കാര്യം അവർ വരുമ്പോൾ രാഷ്ട്രബോധമുള്ളവരാണ്, രാഷ്ട്രീയമുള്ളവരാവണ്ട, രാഷ്ട്രബോധമുള്ളവരാവണം, രാജ്യസ്നേഹമുള്ളവരാവണം, മനുഷ്യത്വമുള്ളവരാവണം. വിസ്മയ പറഞ്ഞതുപോലെ രാഷ്ട്രീയത്തിനേക്കാൾ വലുതാണ് മനുഷ്യത്വം എന്ന നിലപാടിൽ ഉയർന്നിരിക്കുന്നവരാണ്. ജാതി മത രാഷ്ട്രീയ ഭേദമന്യേ ഇന്ത്യയെയും ലോകത്തെയും മനുഷ്യത്വത്തെയും സ്നേഹിക്കുന്നവരാണ്. അപ്പം ആ രീതിയിൽ ഐഷ മോളെ പോലുള്ളവർ വളർന്നു വരട്ടെ. ഗംഭീരം. അതായത് നമ്മുടെ സാക്ഷാൽ പൃഥ്വിരാജിന്റെ ഡയലോഗ് ഡെലിവറിയേക്കാൾ മികച്ചത്, ഹാഷ്മിയുടെ ഇൻട്രോയേക്കാൾ മികച്ചതാ. നാളെ ഈ മോള് വളർന്നു വരുമ്പോൾ പൃഥ്വിരാജിനും ഹാഷ്മിക്കും ഒക്കെ മേളിൽ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്, വന്ദേ മാതരം.